ഈ റെഡ് വുഡ് ട്രീസിനെ കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ നമ്മുടെ സമൂഹത്തെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കാറുള്ളത്. നമ്മുടെ സമൂഹത്തിൽ നമുക്ക് പല മതവിഭാഗക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. വളരെ വിഭിന്നമായ മതങ്ങൾ, നമ്മുടെ റിലീജിയസ് ഡൈവേഴ്സിറ്റി അത്രത്തോളം വളരെ വലുതാണല്ലോ നമ്മുടെ രാജ്യത്ത്. അപ്പോൾ അങ്ങനെ വരുന്നപ്പോൾ പലരും ഇപ്പോൾ എന്തെന്നറിയോ, ഓരോ മതങ്ങൾ അവരവരുടെ ചട്ടക്കൂടുകളിൽ ഒതുക്കാൻ തുടങ്ങി. ഓരോ കാര്യം, ഓരോ പ്രശ്നം വരുമ്പോഴും അവർ അങ്ങനെ പറഞ്ഞോ ഇങ്ങനെ പറഞ്ഞോ, ഞങ്ങൾക്കങ്ങനല്ലേ നിങ്ങൾക്ക് ഇങ്ങനല്ലേ, ഈ ഞങ്ങൾ നിങ്ങൾ എന്ന് പറയുന്ന വ്യത്യാസം നമ്മുടെ രാജ്യത്ത് വേണോ? വേണ്ടെന്ന് നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്നത് അങ്ങനല്ല, നമ്മൾ എന്നാണ്. ഞങ്ങൾ നിങ്ങൾ എന്നുള്ള വ്യത്യാസമല്ല അവിടെ ഉള്ളത്. നേരെ മറിച്ച് ഞാൻ നീ എന്നുള്ള വ്യത്യാസമല്ല ഉള്ളത്. നമ്മൾ, നാം, അതല്ലേ നമ്മുടെ ഭരണഘടന തുടങ്ങുന്നത്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, അതാണ് നമ്മുടെ ഭരണഘടന. ഇന്ത്യയിലെ ജനങ്ങളായ നാം എന്നാണ്. അവിടെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഹിന്ദു, ഇന്ത്യയിലെ മുസ്ലിം, ഇന്ത്യയിലെ ക്രിസ്ത്യൻ, ഇന്ത്യയിലെ സിഖ്, ഇന്ത്യയിലെ പാഴ്സി, ഇങ്ങനല്ലല്ലോ പറഞ്ഞേക്കുന്നത്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ്. അപ്പം ഈ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ആവണമെങ്കിൽ എന്ത് വേണം? നമ്മളത് റെഡ് വുഡ് ട്രീസ് ആയിട്ട് മാറിയാൽ മതി. അതായത് പരസ്പരം ഉണ്ടല്ലോ, ആളുകൾ ഒന്ന് ചേർത്ത് പിടിക്കാൻ. അതായത് ഒരാൾക്ക് മറ്റേ ആൾ സഹായമാവണം, അയാൾക്ക് വേറെ ഇയാൾ സഹായമാവണം. ഈ രീതിയിലുള്ള ഒരു ചേർത്ത് പിടിക്കലുണ്ടല്ലോ നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ച എന്തായിരിക്കും? നമ്മുടെ രാജ്യത്തിൻ്റെ കെട്ടുറപ്പ് എത്ര വലുതായിരിക്കും? നമ്മുടെ ആളുകളുടെ ഉന്നമനം എത്ര വലുതായിരിക്കും? ആളുകളുടെ സൗഹാർദ്ദം എത്ര വലുതായിരിക്കും? ആളുകളുടെ ക്ഷേമം എത്ര വലുതായിരിക്കും? അത് ചിന്തിക്കണം. അത് കാണണമെന്നുണ്ടെങ്കിൽ ഈ റെഡ് വുഡ് ട്രീസിനെ ഒന്ന് കണ്ടാൽ മതി. അതിന് സാൻ ഫ്രാൻസിസ്കോയിൽ പോകണം എന്ന് വിചാരിച്ചിരുന്ന എന്നെ മോൻ അടുത്ത ഒരു സ്ഥലത്തോട്ടാണ് കൊണ്ടുപോകുന്നത്. അവിടെ ചെന്നു. അവിടെ ഈ റെഡ് വുഡ് ട്രീസ് നിൽക്കുന്ന ഒരു മലയുണ്ട്. അതിലേക്ക് കുറച്ച് നടക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നടക്കാം, നമുക്ക് ഒരു കുഴപ്പമില്ല, നടക്കാം. കാരണം എനിക്കിത് കണ്ടേ പറ്റുള്ളൂ. നടക്കുക എന്ന് പറഞ്ഞാൽ കാറ് പാർക്കിംഗ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അവസാനം അവൻ ഒരു സ്ഥലം പാർക്കിങ്ങിന് കണ്ടുപിടിച്ചു. വളരെ പ്രദമായ ഒരു സ്ഥലത്ത് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങളെല്ലാം കൂടെ നടന്നു പോകുമ്പോഴൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ട്രക്കിങ്ങിന് വനമാണ്, ഫോറസ്റ്റാണ്. നമ്മുടെ ഫോറസ്റ്റിൽ നിന്ന് കുറച്ചുകൂടെ വ്യത്യാസമുണ്ട്. പക്ഷേ ഇത് ഇടതൂർന്ന വനങ്ങൾ തന്നെയാണ്. പാമ്പുണ്ട് കേട്ടോ അവിടെ. കാരണം ഒരു റോഡിൽ ഇങ്ങനെ ആരോ ചവിട്ടിയോ അല്ലെ വണ്ടി പോയോ ചത്ത് കിടക്കുന്ന ഒരു പാമ്പും കുഞ്ഞിനെ എൻ്റെ വൈഫ് എന്നെ ചൂണ്ടിക്കാണിച്ചു തന്നു. അപ്പോൾ ഇവിടെ പലരും വന്നിറങ്ങും. മിക്ക ആളുകളും നായ്ക്കളെയും കൊണ്ടാണ് വന്നേക്കുന്നത്. ഇവർ ഈ ട്രക്കിങ് ഇതിൻ്റെ കൂടെ ഊടുവഴി കൂടെ വനത്തിനകത്തൂടെ അങ്ങ് പോകും കിലോമീറ്ററുകൾ. അതൊന്നും അവർക്ക് പ്രശ്നമില്ല. ഇത് ആഘോഷമാണ് അവർക്ക്. അവരുടെ യഥാർത്ഥ വലിയ വ്യായാമം എന്നുള്ള ഒരു ഉദ്ദേശത്തിലല്ല അവർ നടക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ എൻ്റർടൈൻമെൻ്റ് ആണ്. അപ്പം നമ്മുടെ വ്യായാമം എന്ന് പറയുന്ന ഒരു ജോലിയായിട്ട് നമ്മൾ കണക്കാക്കിയാൽ വ്യായാമം ചെയ്യാൻ പറ്റത്തില്ല. നേരെ മറിച്ച് ഇഫ് ഇറ്റ് ഈസ് ആൻ എൻ്റർടൈൻമെൻറ്റ്, ഒരു എൻ്റർടൈൻമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഈ നടക്കാൻ പോകാത്ത ദിവസങ്ങളിൽ ട്രെഡ്മിൽ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കും. TV വെച്ച് വാർത്ത കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ട്രെഡ്മില്ലിൽ സമയം അറിയത്തില്ല. അല്ലെങ്കിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കും, നടക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യാറുണ്ട്. അത് ഞാൻ പറഞ്ഞ ഇറ്റ് ഷുഡ് ബി ആൻ എൻ്റർടൈൻമെൻറ്റ്. നമ്മൾ ഒരു വ്യായാമം ചെയ്യുന്നു എന്നുള്ള ഒരു ബോധത്തിലായിരിക്കരുത്. എൻ്റെ അഭിപ്രായത്തിൽ ഇതങ്ങനല്ല വേണ്ടത്. സായിപ്പന്മാർ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പം ഞങ്ങൾ നടന്നു. അപ്പോൾ ചെറിയ വഴിയാണ്. നടക്കുമ്പോൾ ധാരാളം ആളുകൾ നടക്കുന്നുണ്ട്. ഇവരെല്ലാം ആ ഭാഗത്തേക്കൊക്കെ പോവുകയാണ് കേട്ടോ. ഈ റെഡ് വുഡ് ട്രീസിനെ, കാരണം അത് അത്രയും വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു മരമാണിത്. അപ്പോൾ ഇതങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് കയറിയപ്പോൾ കുറേ നടന്നു. ഏതാണ്ട് ഒരു 2-3 കിലോമീറ്ററിൽ ഇങ്ങനെ വളഞ്ഞും പുളഞ്ഞും ഉള്ള വഴി കൂടെ നടക്കണം. കാരണം മലയുടെ മേളിലോട്ട് കയറുകയാണ്. പക്ഷെ നമ്മളത് അറിയത്തില്ല എന്നുള്ളതല്ല, നല്ല കയറ്റമുണ്ട്, അറിയുകയും ചെയ്യും. കയറാൻ എനിക്ക് പ്രശ്നമല്ല, പക്ഷേ ഇറങ്ങി വരാൻ വലിയ പ്രശ്നമാണ്. ഈ ബ്രേക്ക് പിടിക്കണ്ടേ? നമ്മൾ വിചാരിക്കുന്ന പോലല്ല. ഇത് ചരലൊക്കെ ഉള്ള ഒരു വഴിയാണ് ഇത്. ഈ വഴി കൂടെ പോയി അപ്പം ചെന്ന് കഴിഞ്ഞപ്പോൾ ആണ് ഈ അതിശയം കാണുന്നത്. റെഡ് വുഡ് ട്രീസിൻ്റെ അടുത്ത് ഞങ്ങൾ ചെല്ലുകയാണ്. അപ്പോൾ വലിയൊരാഗ്രഹം മനസ്സിലുണ്ടായിരുന്ന ഒരാഗ്രഹം അവിടെ നടക്കുക. അപ്പോൾ ഒരു പവിലിയൻ പോലെ അവിടെ കെട്ടിയിട്ടുണ്ട് മുകളിൽ. അവിടെ ഒന്ന് രണ്ട് പെൺകുട്ടികൾ അവിടെ നിൽപ്പുണ്ട്. താനും ഏതുകൊണ്ട് പൂക്കൾ വെച്ച് അവരെന്തോ ഒരു ആഘോഷം ഏതാണ്ട് നടത്താനുള്ള ഒരു ഒരുക്കത്തിലാണ്. അവിടെ ചെന്നു നോക്കിയപ്പോൾ ഈ മരങ്ങൾ, ഞാൻ ആ മരത്തിൻ്റെ ചുവട് മുതൽ ഉള്ള അത് മുകളിലോട്ട് അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. മുകളിലോട്ട് പോയാൽ എത്തത്തില്ല, നമുക്ക് പറ്റത്തില്ല.
മലർന്നിട്ട് അവസാനം ഇങ്ങനെ പൊക്കിയാണ് അത് എടുത്തേക്കുന്നത്. അതുകൊണ്ട് അത് എത്ര സുഖകരമായും കാഴ്ചയ്ക്ക് എന്നുള്ളത് എനിക്കറിയില്ല. പിന്നെ ഈ മരങ്ങൾ നോക്കിയപ്പോൾ എന്താണെന്നറിയോ, ഈ മരങ്ങളുടെ ഞാൻ പറഞ്ഞ പോലെ ഇത് വളരെ ഹാർഡ് വുഡാണ് ഇതിൻ്റെ കേട്ടോ, വളരെ ഹാർഡായിട്ടുള്ള തടിയാണ്. അപ്പോൾ അത് കാണാനായിട്ട് ഇടയായി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ മരങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ മരങ്ങളുടെ ബോർഡ് ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൽ എനിക്ക് ഇഷ്ടപ്പെടാതെ പോയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു ഏറ്റവും വലിയ മുത്തശ്ശനായ മുത്തശ്ശന്മാരായ 2 മരങ്ങളിൽ ഇവർ ഈ തകിട് ഇതിൻ്റെ പേരെടുത്തിട്ട് അത് നെയിൽ ചെയ്ത് ആണി അടിച്ചു വെച്ചിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ എനിക്ക് ഇത്തിരി ഒരു ഇഷ്ടപ്പെടാതെ പോയത്. ഞാൻ അതിൻ്റെയും ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇതിൻ്റെ പേര് കാണത്തക്കവണ്ണമുള്ള ജൈജാൻഡം തന്നെയാണിത്. അത് കാണത്തക്കവണ്ണമുള്ള ആ ബോർഡുകൾ 2 മരങ്ങളിൽ അടിച്ചു വെച്ചവർ ഉണ്ട്. അത് എന്നിട്ടെന്താ ഒരു പ്രത്യേകത കാണാൻ ഇടയായി. ഈ ആളുകൾ ഈ മരത്തിൽ ഇങ്ങനെ പിടിക്കത്തില്ലേ, ഇത് ഒരുപാട് അത്രത്തോളം ആളുകൾ കാണാൻ വരികയാണ്. പിടിച്ചിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ പലരും വലിച്ചിളക്കിയിട്ടുണ്ട് ചെറുതായിട്ട്. പക്ഷേ അങ്ങനെ തൊലി ഇളക്കിയാലൊന്നും അത് പോകത്തില്ല. പിന്നെ നമ്മൾ കൈ അമർത്തിയാവേണ്ട സ്പോഞ്ച് പോലെ ഇരിക്കുകയാണ് ഇതിൻ്റെ തോല്. വീണ്ടും തോലുണ്ട്, പല ലെയറുകളാണ് അതിൻ്റെ തോല് ഉള്ളത്. അതിനകത്തുള്ള ഹാർഡ് വുഡ് കാണാൻ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ എങ്ങനെ ഇരിക്കും ഇതിൻ്റെ തടി എന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ ഞങ്ങൾ തിരിച്ചിറങ്ങി സമയമാകുമ്പോൾ അത് കണ്ടെല്ലാം ആഗ്രഹമൊക്കെ തീർത്ത് ഇതിൻ്റെ ഉയരമൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ തിരിച്ചിറങ്ങുമ്പോൾ ഒരു മരം അവർ മുറിച്ച് അവിടെ ഇട്ടേക്കുന്നത് കണ്ടു കേട്ടോ. കാരണം അതിന് ആ മരത്തിന് കേട് വന്നു. മുറിച്ചിട്ടിട്ട് അതിൻ്റെ ഒരു കഷ്ണം മാറ്റിയിട്ടേക്കാണ്. അതിൽ നടുക്ക് ഹോളോ ആണ് ഒരു ഭാഗത്ത്, ആ മരത്തിൻ്റെ മുകളിലേക്ക്. പക്ഷേ അതിൻ്റെ തായ്തടി, മുറിച്ചതിൻ്റെ തായ്തടി ഭാഗം അവിടെ നിൽപ്പുണ്ട്. ഈ ഹോള് തുടങ്ങുന്ന ഭാഗം അവിടെ മുതൽ അതിന് കേടായി. അതാണ് അവർ മുറിക്കാൻ കാരണം. ഈ ഹോളിൻ്റെ ഒരു ചെറിയ ഭാഗം കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗം ഉണ്ടല്ലോ, ആ തടി ഞാനൊന്ന് കൊട്ടി നോക്കി. എന്ത് ബലമുള്ള തടിയാണെന്നറിയാമോ അത്. നല്ല സ്റ്റൈലൻ തടിയാണ് ഈ മരം, അത്ര ബലമാണ്. പിന്നെ ഇവിടെ ഈ പോകുന്ന വഴിക്കൊക്കെ ഞാൻ നോക്കിയപ്പോൾ ആ റോഡുകളിൽ ഇവിടെങ്ങും ഇലക്ട്രിഫൈ ചെയ്തതല്ല ഈ മല. പക്ഷേ ഈ വഴി അവിടെ വരുന്ന ഞങ്ങൾ കാർ ഇട്ടിരുന്ന ആ വഴി അവിടെ മുതൽ അകത്തോട്ട് ഇൻറ്റീരിയർ റോഡാണ്, വനത്തിലെ റോഡാണ്. ഈ റോഡിൻ്റെ സൈഡിലെല്ലാം നിൽക്കുന്ന പോസ്റ്റുകൾ ഞാൻ നോക്കിയപ്പോൾ ഒരു ചെറിയ, അതായത് ഈ പോള്, ഈ തുരുമ്പ് പിടിച്ച യഥാർത്ഥ ഈ ഇതുണ്ടല്ലോ പോൾസ്, അയൺ പോള് തുരുമ്പ് പിടിച്ചാൽ എങ്ങനെ ഇരിക്കും, ആ തുരുമ്പിൻ്റെ കളർ ഉള്ള വലിയ തൂണുകൾ ഇലക്ട്രിസിറ്റിക്ക് വേണ്ടി നാട്ടിയേക്കുന്ന തൂണുകളാണ്. അതിലൊക്കെ ഈ കമ്പികളല്ല നമ്മുടേതുപോലെ, നേരെ മറിച്ച് അത് മുഴുവൻ കവേർഡായിട്ടുള്ള ഇൻസുലേറ്റ് ചെയ്തിട്ടുള്ള കേബിളുകളാണ് ഈ കറണ്ടിന് വലിച്ചേക്കുന്നതൊക്കെ. അങ്ങനെ ഈ പോസ്റ്റുകളിലൂടെ എല്ലാം ഇത് വലിച്ചിട്ടുണ്ട്. ഇതാണ് വലിച്ചേക്കുന്നത്. ഈ പോസ്റ്റുകൾ നോക്കിയപ്പോൾ എന്താണെന്നറിയോ, ഇത് മുഴുവൻ തടിയാണ്. അതായത് ഈ പൈൻ മരം ഇല്ലേ, അതേപോലുള്ള ഒരു തടിയാണ് ഈ ഇലക്ട്രിക് പോസ്റ്റുകളെല്ലാം. വളരെ പഴക്കമുള്ളതാണ്. അത് അതുപോലെ നിൽക്കും എന്നുള്ളതാണ്. അത് ഒരു പ്രത്യേക കാഴ്ചയാണ്. കാരണം നമ്മുടെ അവിടെ നാട്ടിലിപ്പോൾ നമുക്ക് പണ്ട് തേക്കും കഴയാണ് പോസ്റ്റായിട്ട് നിർത്തുന്നത്. ഇപ്പോൾ തേക്കും കഴകൾക്കൊക്കെ ഭയങ്കര വിലയല്ലേ, അത് വളരെ കോസ്റ്റ്ലിയാണ്. അതുകൊണ്ട് ഇപ്പം നമുക്ക് കാണാനില്ല. അതിന് പകരം ഇലക്ട്രിക് പോസ്റ്റുകൾ അല്ലെങ്കിൽ ഇരുമ്പ് പാളങ്ങൾ ആണല്ലോ നമ്മൾ നിർത്തുന്നത്. നേരെ മറിച്ച് ഇവിടെ അത് കാണാനില്ല. ഇവിടെ ചില സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ കോൺക്രീറ്റ് പോസ്റ്റുകൾ കാണാനുള്ളത്. ബാക്കി മുഴുവൻ ഈ മരം തന്നെയാണ്. അത് നല്ല ഉയരത്തിലാണ്. നമ്മുടെ ഇതുപോലൊരു 10 അടി 15 അടി ഉയരത്തിലൊന്നും അല്ല ഈ കമ്പി വലിച്ചേക്കുന്നത്. ഒരു 25 ഫീറ്റ് ഒക്കെ ഉള്ള ഉയരത്തിൽ കൂടാണ് ഈ കമ്പി വലിച്ചേക്കുന്നത്. അത്രത്തോളം ഉയരമുള്ള പോസ്റ്റുകളാണ് ഇത്. ഇവിടെ പറ്റും കേട്ടോ, കാരണം ഇവിടെ ജനസാന്ദ്രത കുറവാണ്. ഇവിടെ അതേപോലെ ഫോറസ്റ്റ് ഉണ്ട്. ഇവിടെ അതേപോലെ തടികൾ അവൈലബിൾ ആണ്. നമ്മുടെ നാട്ടിൽ അത് അത്രത്തോളം അവൈലബിൾ അല്ലല്ലോ. ശേഷം അടുത്തതിൽ.